Hi friends, welcome to Lalbrothers Millike Swagatham. അപ്പോൾ നമുക്ക് +2 മാത്സിലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിലെ ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കേ, നമുക്ക് നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ടെക്സ്റ്റിലെ എക്സർസൈസ് 2.2 ആണ്. 2.2 നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കേ, എക്സർസൈസ് 2.2ലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഫോളോയിങ് ഇൻ സിംപ്ലസ്റ്റ് ഫോം. ഇനി തരുന്ന ക്വസ്റ്റ്യൻസിന്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കണം കേട്ടോ. ആക്ച്വലി ഇത് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റിയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് √1 + x² -1 ഡിവൈഡഡ് ബൈ x. ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ സിംപ്ലസ്റ്റ് ഫോം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാണ് ചെയ്യാൻ, വേറെ മെത്തേഡ് പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് പുട്ട് x = tan θ. എക്സിന് ഞാൻ tan θ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ x = tan θ ആണെങ്കിൽ അവിടെ തീറ്റ ആരാണ്? തീറ്റ = ആരാണ്? ഇവിടെ tan θ ഇങ്ങോട്ട് tan θ = x. അവിടെ തീറ്റ ആണ്. tan അപ്പുറത്ത് തരും മാറി tan ഇൻവേഴ്സ് ഓഫ് x. θ = tan ഇൻവേഴ്സ് ഓഫ് x. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എക്സിന് പകരം ആര് കൊടുക്കുക? tan θ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സിന് പകരം tan θ കൊടു. അപ്പോൾ എന്തായിട്ട് മാറി? tan ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം tan θ കൊടുക്കും. അപ്പോൾ എന്താ? √1 + tan² θ -1 ഡിവൈഡഡ് ബൈ tan θ. നമ്മൾ എപ്പോഴും റിലേഷൻ പഠിച്ചിരിക്കാം. നമുക്കറിയാം 1 + tan² θ = c² θ. 1 + cot² θ = cos² θ. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. 1 + tan² θ ആണ് നമുക്ക് ആവശ്യം. ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. 1 + tan² θ ആരാണ്? c² θ. അപ്പോൾ ഇത് ആര് വരും? tan ഇൻവേഴ്സ് ഓഫ് √1 + tan² θ ആര് കൊടുക്കുക? c² θ -1 ഡിവൈഡഡ് ബൈ tan θ. √c² θ എന്ന് ആരാണ്? sec θ. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് ഓഫ് c² θ റൂട്ട് എന്ന് പറയുമ്പോൾ sec θ -1 ബൈ tan θ. ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇവിടെ നോക്കിക്കോ. sec θ എന്ന് പറഞ്ഞാൽ ആരാണ്? tan ഇൻവേഴ്സ് ഓഫ് sec θ പറഞ്ഞാൽ 1 cos θ എന്ന് ഇതറിയാലോ. 1 cos θ അല്ലെ sec θ -1 ഡിവൈഡഡ് ബൈ tan θ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്? sin θ cos θ. ക്ലിയർ? നിങ്ങൾ ക്രോസ് ചെയ്തേ. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? tan ഇൻവേഴ്സ് വേണമെങ്കിൽ ഇതൊക്കെ ബ്രാക്കറ്റിൽ ഇട്ടോ കേട്ടോ, കുറച്ച് ടേംസ് കൂടുതൽ വന്നല്ലോ. നിങ്ങളുടെ ക്രോസ് ചെയ്യുമ്പോൾ 1 - cos θ cos θ അല്ലേ? ഇതിങ്ങനെ ക്രോസ് ചെയ്യും അല്ലേ? നിങ്ങൾ ക്രോസ് ചെയ്യാൻ ഡിവൈഡ് ബൈ 1 - cos θ cos θ ഡിവൈഡ് ബൈ ആരാണ്? sin θ cos θ. ക്ലിയർ? ഇത് ക്രോസ് ചെയ്യുന്നവർക്ക് മനസ്സിലായല്ലോ. ഓക്കെ, 1 - cos θ × 1 cos θ ഈ cos θ. ഇനി ഈ cos θയും cos θയും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ആര് കിട്ടി? tan ഇൻവേഴ്സ് 1 - cos θ sin θ എന്ന് കിട്ടി. ഈ രണ്ടും ക്യാൻസൽ ആയി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് ഇനി ബാക്കി ഇങ്ങോട്ട് ചെയ്യാം. ഇവിടെ വാങ്ങിക്കാം. നമുക്ക് അവിടെ നിന്ന് കിട്ടി tan ഇൻവേഴ്സ് 1 - cos θ sin θ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എപ്പോഴും ഇവിടെ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. നമുക്കിവിടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമുക്കറിയാം cos 2x അല്ലെങ്കിൽ cos 2θ ഫോർമുല ആരാണ്? 2 cos² θ -1. ഫോർമുലയുണ്ടല്ലോ cos 2θക്ക്. cos 2θ = 1 - 2 sin² θ. ഈ ഫോർമുല എടുത്തോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 2θ വന്നതുകൊണ്ടാണ് ഇവിടെ തീറ്റ വന്നത്. അപ്പോൾ ഇവിടെ തീറ്റ ആയിരുന്നെങ്കിലോ? ഇത് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ 2θ ആണ്. 2θ പകുതി തീറ്റ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ തീറ്റ ആയിരുന്നെങ്കിലോ? ഇതെന്താ? 1 - 2 ആര് വരും? sin² θ/2 വരും. പിടിട്ടോ? ഇവിടെ 2 തീറ്റ ആയതുകൊണ്ടാണ് 2θ ഹാഫ് തീറ്റ ആണ് 1 തീറ്റ അത് ഇവിടെ വന്നത്. ഇവിടെ തീറ്റ ആകുമ്പോൾ ഇതെന്തായാലും θ/2. ക്ലിയർ? ഇവിടെ 2θ ആയതുകൊണ്ട് 2θ പകുതി ഇവിടെ തീറ്റ വന്നു. അതാണ് ജനറൽ റിലേഷൻ കേട്ടോ, ഹാഫ് ആംഗിൾ ഫോർമുല റിലേഷൻ. അപ്പോൾ ഇവിടെ cos θ ആകുമ്പോൾ അതിൻ്റെ പകുതി ഇവിടെ വരും. ഇതിപ്പുറത്ത് വരുമ്പോൾ ഇത് അപ്പുറത്ത് വരുമ്പോൾ എന്തായാലും 2 sin² θ ഇപ്പുറത്ത് വരുമ്പോൾ 2 sin² θ/2 ഇതങ്ങ് പോകുമ്പോൾ എന്തായിട്ട് പറയും? 1 - cos θ. ഇതൊരു ഫോർമുല കാണാതെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ ഫോർമുല ഏതാണ്? 1 - cos θ = 1 - cos θ = 2 sin² θ/2.
ഇത് പഠിച്ചു വെക്കുക, കാണാതെ ഒറ്റയടിക്ക് ചെയ്യാനാണെങ്കിൽ പഠിച്ചു വെക്കുക. ക്ലിയർ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഒരു ഫോർമുല എഴുതി, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി ആദ്യം ഒരു ഫോർമുല എഴുതിയല്ലോ ഇത്. അപ്പോൾ ഇവന്റെ റിലേഷൻ എന്തായിരിക്കും? ഇവിടെ 2θ ആണെങ്കിൽ നമ്മളിവിടെ cos θ എന്ന് പറഞ്ഞാൽ ആരാ? 2θ ആണ് അവന്റെ പകുതി തീറ്റ ഇവിടെ. അപ്പോൾ cos θ എന്ന് പറഞ്ഞാൽ ആരാ? 2 cos square θ/2 -1. ഈ -1 ഇപ്പുറത്തെ മുൻതായിട്ട് മാറും. 1 plus cos θ equal to ആരാ? 2 cos square θ/2. ഇതാണ് അതർ ഫോർമുല. അതും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ആരാണ് 1 plus cos θ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ മുമ്പും പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 1 plus cos θ equal to 2 cos square θ/2. ക്ലിയർ? അതാണ് ഹാഫ് ആംഗർ ഫോർമുല. ആ ഫോർമുല നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി എഴുതിയെടുത്തോണേ. ഓക്കെ, സിമിലർലി sin 2θ ഒരു എക്സ്പാൻഷൻ ഉണ്ടല്ലോ. ആരാ? 2 sin θ cos θ. എടാ ഇവിടെ 2θ വന്നതുകൊണ്ടാണ് അതിന്റെ പകുതി θ ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ sin θ ആയിരുന്നെങ്കിലോ ആരാ? 2 sin θ/2 cos θ/2. ക്ലിയർ? ഫൈൻ. അതും കാണാതെ പഠിക്കുക. അതും ഇവിടെ ആവശ്യമുള്ള എക്സ്പാൻഷൻ. അപ്പൊ ആരാണ്? sin θ equal to 2 sin θ/2 cos θ/2. ഈ ഫോർമുലാസ് എങ്ങനെ വന്നു എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് പഠിച്ചില്ലെങ്കിൽ ഈ ഫോർമുലകൾ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അപ്പം ചെയ്താലും മതി. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങ് നോക്കിയേ, 1 minus cos θ പകരം നമ്മൾ എന്ത് കൊടുക്കും? tan inverse of 1 minus cos θ ഒരു ആര് കൊടുക്കും? 2 sin square θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 sin square θ/2 ഡിവൈഡഡ് ബൈ sin θ ഒരു ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 2 sin θ/2 cos θ/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ tan inverse ഉണ്ട്, ഇവിടെ കൊടുത്തോ. ഈ 2 2 ക്യാൻസൽ ആയി പോവേ. ഇവിടെ sin square θ/2 sin θ/2 ഒരെണ്ണം ക്യാൻസൽ ആയി പോയാൽ ബാക്കി അവിടെ ആരുണ്ട്? tan inverse of ആരാ? sin θ/2 by cos θ/2. ആരാ? sin by cos ആരാ? tan. that is നമുക്ക് എന്ത് കിട്ടി? tan inverse of tan θ/2. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു ഒരു ഇൻവേഴ്സ് ഫംഗ്ഷന്റെ അകത്ത് ആ ഫംഗ്ഷന്റെ ടേമിന് വരെയാണെങ്കിൽ അതാണ് ആൻസർ. അപ്പൊ tan inverse of tan θ/2 എന്ന് പറഞ്ഞാൽ ആരാണ്? θ/2. കാരണം tan inverse of tan കൂടെ ഏത് ടേം വന്നാലും അതാണ് ആൻസർ. അപ്പൊ ആൻസർ ആരാ? θ/2. തീർന്നോ? ഇല്ല. വാട്ട് ഈസ് θ ഹിയർ? θ equal to tan inverse of x. അപ്പൊ നമ്മൾ x ൽ റീപ്ലേസ് ചെയ്യണം. അപ്പൊ ആരാണ്? tan inverse of x the whole divided by 2. വേണം ഇങ്ങനെ എഴുതിക്കോ കേട്ടോ. 1/2 tan inverse of x. അല്ലാതെ എക്സിന്റെ താഴെ മാത്രം ഇട്ട് കളയുക. tan inverse of x/2 എന്നല്ല, tan inverse of x the whole divided by 2 എന്നാണ്. പിടിയോ? തീറ്റയ്ക്ക് പകരം നമ്മൾ റീപ്ലേസ് ചെയ്തു. ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരുന്നത്. നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം tan inverse of root 1 minus cos x by 1 plus cos x. ഇത് പഠിച്ചതുകൊണ്ട് ഈസി ആയി അല്ലേ? ഓക്കെ, 1 minus cos θ എന്ന് പറഞ്ഞാൽ 2 sin square θ/2. അപ്പോൾ 1 minus cos x എന്ന് പറഞ്ഞാൽ നമ്മൾ ആര് എഴുതും? tan inverse of root of 1 minus cos x 1 minus cos θ 2 sin square θ/2. 1 minus cos x 2 sin square x/2 divided by 1 plus cos x 1 plus cos θ 2 cos square θ/2. അപ്പോൾ 1 plus cos x ആരാ? 2 cos square x/2. ക്ലിയർ? 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോയി. sin by cos tan. അപ്പോൾ sin square x/2 by cos square x/2 tan square x/2. അപ്പോൾ tan inverse of root tan square x/2 നമുക്കറിയാം. റൂട്ട് സ്ക്വയർ വന്ന് അതും ക്യാൻസൽ ആയി പോയി. അപ്പോൾ ആരാ? tan inverse of ആരാ? tan x/2. ഓക്കെ, സ്ക്വയർ റൂട്ട് അടിച്ചാൽ ക്യാൻസൽ ആയി പോയി. നമുക്ക് tan inverse of tan x/2 ആൻസർ ആരാണ്? x/2. ക്ലിയർ? എന്തെങ്കിലും ഉണ്ടോ? tan inverse of tan കൂടെ ഏതെങ്കിലും ടേം വന്നാൽ ആ ടേം ആണ് ആൻസർ. ആൻസർ ഈസ് x/2. ക്ലിയർ? അപ്പോൾ അതും പഠിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് പഠിച്ചു വെച്ചതുകൊണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ. എല്ലാവരും ഈ ഫോർമുല ഡെറൈവ് ചെയ്യണം. ഓക്കെ, എൻ്റെ ആവശ്യമില്ല ഈ ഫോർമുല നോട്ട് ചെയ്ത് നോക്കിയത്. ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഇത് എല്ലായിടത്തും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹാഫ് ആംഗർ ഫോർമുല. ഇതൊക്കെ ഇങ്ങനെ കണ്ട ഈ റിലേഷൻസ് എടുത്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിംപ്ലസ്റ്റ് ഫോം എഴുതാൻ തന്നെയാണ്. tan inverse of 1/root of x square minus 1. ഇപ്പോഴും മൈൻഡിൽ വയ്ക്കുക, ടാനിൻ്റെ കൂടെ ഡിനോമിനേറ്ററിലാണ് എക്സ് സ്ക്വയർ ഒക്കെ വരികയാണെങ്കിൽ സീക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് കേട്ടോ. റൂട്ടിൻ്റെ അകത്ത് വരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട പുട്ട് എക്സ് ഈക്വൽ ടു സീക്ക് തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ലേ? സീക്ക് പുറത്ത് വരുമ്പോൾ സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് അവിടെ കിടക്കട്ടെ. ഇവിടെ എക്സിന് വേണ്ടി സീക്ക് തീറ്റ കൊടു
ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√x വരെ sec തീറ്റ. അപ്പോൾ ആര് വരും സി സ്ക്വയർ തീറ്റ മൈനസ് 1. എക്സിന് വരും sec തീറ്റ കൊടുക്കുമ്പോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് സി സ്ക്വയർ തീറ്റ മൈനസ് 1. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു കാര്യം പഠിപ്പിച്ചു. എന്തുകൊണ്ട് 1 + tan സ്ക്വയർ തീറ്റ ആരാണ്? sec സ്ക്വയർ തീറ്റ. അവിടെ നിന്ന് ഈ കൊണ്ട് അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറി? tan സ്ക്വയർ തീറ്റ ഈക്വൽ ടു സി സ്ക്വയർ തീറ്റ മൈനസ് 1. ക്ലിയർ? അപ്പം സി സ്ക്വയർ തീറ്റ മൈനസ് 1 നമുക്ക് ആരെഴുതാം? ടാൻ സ്ക്വയർ തീറ്റ എഴുതാം. അപ്പം എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√ tan സ്ക്വയർ തീറ്റ. ക്ലിയർ? റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ തീറ്റ ടാൻ തീറ്റ, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/tan തീറ്റ. Okay, you know that 1/tan theta is nothing but ഏതാണ്? cot theta. tan inverse of cot theta. നമുക്ക് tan inverse of ടാനിൻ്റെ ഒരു ഫംഗ്ഷനിലോട്ട് മാറ്റണം. നിങ്ങൾക്കൊരു കാര്യം അറിയാം. ആരാണ്? tan π/2 നിന്നും ഒരു ഫംഗ്ഷൻ കുറച്ചാൽ അത് ആരായിട്ട് മാറും? കോട്ടായിട്ട് മാറും. tan π/2 - x ആണ് cot x. tan π/2 - θ ആണ് cot θ. ഇത് ട്രിഗണോമെട്രി ഫോർമുല ഡൗട്ട് ഉള്ളവർ ഞാൻ ട്രിഗണോമെട്രി ഷോർട്ട് കട്ട് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൂടെ ആ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, അത് കാണുക. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഫോർമുലാസ് മനസ്സിലാവും. tan π/2 - θ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റയാണ്. അപ്പോൾ ഇവിടുത്തെ കോട്ട് തീറ്റയ്ക്ക് അവർ ആര് കൊടുക്കുക? tan ഇൻവേഴ്സ് ഓഫ് ആര് കൊടുക്കുക? tan π/2 - θ ആക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ ഫംഗ്ഷൻ ഇപ്പം എന്തിലോട്ട് മാറിയിടാ? അപ്പോൾ ഈ ഫംഗ്ഷൻ ഇപ്പം എന്തിലോട്ട് മാറി? tan inverse of tan ഒരു ടേം ആയില്ലേ? tan inverse of tan ഒരു ടേം പോകുന്ന ആൻസർ ആരാണ്? ആ ടേം. അപ്പം വിച്ച് മീൻസ് ആൻസർ ആരാണ്? π/2 - θ. പിടികിട്ടിയോ? tan inverse of tan ഒരു ഫംഗ്ഷൻ വന്നാൽ ആ ഫംഗ്ഷൻ ആൻസർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിട്ട് മാറി? π/2. tan inverse of tan ക്യാൻസൽ ആയിപ്പോൾ ക്യാൻസൽ. ആക്ച്വലി tan inverse of tan എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഫംഗ്ഷനാണ് വരുന്നത് π/2 - θ. നമുക്കിവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ? sec inverse of x. അപ്പോൾ ഇത് എന്തായിട്ട് മാറ്റുക? π/2 - sec inverse of. ഒരു എക്സിൽ ആൻസർ ചെയ്തോളാം. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് മനസ്സിലാക്കുന്ന ഈ റിലേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ sec θ കൊടുത്തത്. അപ്പോൾ ഈ ഫോർമുലയൊക്കെ നന്നായിട്ട് മൈൻഡിലുണ്ടെങ്കിലേ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ കൺഫ്യൂഷൻ വരും, സാർ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് വന്നുകൊണ്ട് നമുക്കറിയാം ഏതൊക്കെ കൊടുക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം എഴുതി പഠിക്കുക. അപ്പോൾ നമുക്കറിയാം ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന്. ഇനി എക്സാമിന് ഓൾമോസ്റ്റ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തരുള്ളൂ. അല്ലെങ്കിൽ 2-3 സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ടാൻ വന്ന ഒന്നെങ്കിൽ ടാൻ തീറ്റ കൊടുത്ത് നോക്കുക, കിട്ടിയില്ലെങ്കിൽ sec θ കൊടുക്കുക. ഓക്കെയാണ്? ടാനിന് റിലേഷൻ വരുന്ന ടാനിലും സീക്കിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ടും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ടാൻ ഇട്ട് കൊടുക്കുക. ടാൻ ഇട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ സീക്ക് ഇട്ട് നോക്കുക. ഓക്കെ, ഈ രീതിയിലേക്ക് വന്നാൽ സീക്ക് തന്നെ കൊടുക്കുക. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം cos x - sin x / cos x + sin x. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ക്വസ്റ്റ്യൻ cos x - sin x / cos x + sin x. ഇത് ഞാൻ ഇനി മുമ്പേ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ശ്രദ്ധിക്കണം, ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ cos x. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ആരാണ്? ബൈ cos x. cos x കൊണ്ട് അങ്ങ് ത്രൂ ഔട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? tan ഇൻവേഴ്സ് ഓഫ് cos x നെ cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാ cos x by cos x sin x by cos x ഡിവൈഡ് ബൈ ആരാ? cos x by cos x പ്ലസ് ഇപ്പം എന്തായി മാറൂടാ? ഇത് 1 മൈനസ് sin x by cos x tan x ഡിവൈഡ് ബൈ ഇതാരാ? 1 പ്ലസ് sin x by cos x tan x. ഇത് ഒറ്റയടിക്ക് ആൻസർ എഴുതാം. ഓക്കെ, അത് അറിഞ്ഞൂടാത്തവർ ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇത് ആരുടെ എക്സ്പാൻഷൻ ആണ്? ദിസ് ഈസ് നത്തിങ് ബട്ട് ആരാണ്? tan π/4 - x. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു? tan x - y യുടെ ഫോർമുല ആരാണ്? 1 tan x - tan y tan x - tan y divided by 1 plus tan x tan y ആണ് tan x - y യുടെ ഫോർമുല. ഓക്കെ, ഈ ഫോർമുലയിൽ എക്സിന് പകരം π/4 വൈക്ക് വരെ എക്സും കൊടുത്താൽ എന്ത് വരുവാ? tan x എന്ന് പറയുമ്പോൾ tan π/4 tan π/4 മൈനസ് tan y വൈക്ക് വരെ എക്സ് tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan x tan π/4 tan π/4 into tan y വരെ x tan x.
tan pi by 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1, that is 1 minus tan x divided by 1 plus tan pi by 4 again 1. അപ്പോൾ 1 into tan x clear. അപ്പോൾ ഇതാരാണ് pi by 4 minus 6. അപ്പോൾ 1 minus tan x divided by 1 plus tan x എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരുടെ എക്സ്പാൻഷൻ ആണ് അത് tan pi by 4 minus x എക്സ്പാൻഷൻ. നിങ്ങൾ എപ്പോഴും ബൈ ഹാർട്ട് ആക്കി വെക്കുക. ഓക്കെ, ഇനി ഈ സൈൻ ആൾട്ടർനേറ്റീവ് ആയിട്ട് തിരിഞ്ഞു വന്ന tan pi by 4 plus x എന്ന് പറഞ്ഞ ഇങ്ങനെ tan pi by 4 plus x അതെങ്ങനെ വരും 1 plus tan x divided by 1 minus tan x എന്നാണ് കിടക്കുന്നതെങ്കിൽ അത് tan pi by 4 plus x ന്റെ എക്സ്പാൻഷൻ. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുക, എപ്പോഴും ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോർമുല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 1 minus tan x by 1 plus tan x ന് പകരം ആര് കൊടുക്കാം tan pi by 4 minus x. അപ്പൊ ഇവിടെ എന്ത് വന്നു tan inverse of tan pi by 4 minus x എന്ന് വന്നു. നമുക്കറിയാം tan ഇൻവേഴ്സിന്റെ കൂടെ ടാനിന്റെ ഒരു ഫംഗ്ഷൻ വന്ന ആൻസർ ആരാണ് tan inverse of ആര് വന്നു tan inverse of tan pi by 4 minus x. tan inverse കൂടെ ടാനിന്റെ ഒരു ഫംഗ്ഷൻ വന്ന ആൻസർ അത് പിറകുന്ന ടേം അല്ലേ. അപ്പൊ ആൻസർ ആരാണ് pi by 4 minus x. ഈ ക്വസ്റ്റിന്റെ ആൻസർ ആരാണ് pi by 4 minus x. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ ആൻസർ. ഈസി അല്ലേ? പക്ഷേ ഈ ക്വസ്റ്റ്യൻ പഠിക്കാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് ഫോർമുല നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ മുമ്പ് നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് ഫോർമുല, ഈ ഫോർമുലയും ഈ ഫോർമുലയും. ഞാൻ ജസ്റ്റ് എങ്ങനെ വന്നൊന്ന് കാണിച്ചെന്നുള്ളൂ, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. 1 minus tan x by 1 plus tan x എന്ന tan pi by 4 minus x ന്റെ എക്സ്പാൻഷനും 1 plus tan x by 1 minus tan x ആണെങ്കിൽ tan pi by 4 plus x. അപ്പോൾ ഈ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സൈഡിൽ എഴുതിയിട്ടുണ്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ചാപ്റ്റർ ആണ്, പക്ഷെ പഠിക്കുക. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത നമുക്ക് ഓൾമോസ്റ്റ് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിംപ്ലസ്റ്റ് ഫോം എഴുതാൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ tan inverse of x by root of x square minus x square. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. കാരണം ഈ ക്വസ്റ്റ്യന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, റൈറ്റ് ദ ഫോളോയിങ് ഇൻ സിംപ്ലസ്റ്റ് ഫോം tan inverse of x by a square minus x square. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ്. എയും കൂടെ വന്നുകൊണ്ടുള്ള ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ, മോളിൽ എക്സിന്റെ ടേമും വന്ന് മോളിൽ എക്സിന്റെ ടേമും ഇവിടെ എയും വന്നതുകൊണ്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. പുട്ട് x equal to a sin theta കൊടുക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എക്സ് സ്ക്വയർ ഇപ്പുറത്തായിരുന്നെങ്കിൽ സീക്ക് കൊടുക്കായിരുന്നു, എക്സ് സ്ക്വയർ അപ്പുറത്തായതുകൊണ്ടാണ് സൈൻ കൊടുക്കുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിക്കോ. അപ്പൊ ഇവിടെ നിന്ന് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്ട എ ഇപ്പുറത്ത് വരും. അപ്പൊ ആരാ എക്സ് ബൈ എ, കാരണം എ ഇങ്ങോട്ട് വരും. ദാറ്റ് ഈസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ സൈൻ അപ്പുറത്ത് പോകുമ്പം സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ആര് വരും ഇവിടെ tan ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം എ സൈൻ തീറ്റ. സബ്സ്റ്റിറ്റ്യൂഷൻ 2-3 ക്വസ്റ്റ്യൻ കാണാൻ പഠിച്ചു വെക്കുന്നേ, സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു വെക്കണേ. ഓക്കെ, അവിടെ എ സ്ക്വയർ എക്ക് പകരം എ സ്ക്വയർ മൈനസ് എക്സിന് പകരം ആരാണ് എ സൈൻ തീറ്റ. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇനി ഈ രണ്ട് ടേമിന് ഒരു മോളിൽ എ സൈൻ തീറ്റ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഈ റൂട്ടിന്റെ അത് രണ്ട് ടേമിന് എ സ്ക്വയർ പുറത്തെടുത്ത ഇവിടെ ആര് വരും ബാക്കി 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എ സ്ക്വയർ റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ ആരായിട്ട് മാറും എ ആയിട്ട് മാറും. പിടിയിട്ടല്ലോ, നമ്മൾ എ സ്ക്വയർ റൂട്ടിന്റെ പുറത്തെടുക്കുമ്പോൾ എ സ്ക്വയർ എന്തായിട്ട് മാറും എ ആയിട്ട് മാറും. ക്ലിയർ? നമ്മൾ എ സ്ക്വയർ റൂട്ടിന്റെ പുറത്തെടുത്തു, എ ആയിട്ട് മാറി, എ ക്യാൻസൽ ആയി. ഇപ്പൊ നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ആരാണ് 1. ഇവിടെ നിന്ന് ഇത് അപ്പുറത്ത് ആരാണ് അല്ലേ, കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ അവിടെ നിന്ന് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഇവിടെ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആരാണ് കോസ് തീറ്റ. അപ്പൊ ആര് വന്നു അവിടെ tan ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് ടാൻ തീറ്റ, ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ. tan ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ആൻസർ ആരാണ് തീറ്റ. വാട്ട് ഈസ് തീറ്റ ഹിയർ? That is answer sin inverse of x by a. Clear? Simple അല്ലേ? പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം തന്നെ tan inverse of 3a square x minus x cube divided by a cube minus 3a square. ഓക്കെ, ഇവിടെ a വന്നു, ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞുതരാം. ഇവിടെ പുട്ട് x equal to a tan theta പഠിച്ചു വെക്കുക കേട്ടോ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ
pretty important ആണ് പഠിച്ചു വെക്കുക. ഓക്കെ, എ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു രീതി വരാമ്പോൾ എക്സ് ഈക്വൽ ടാൻ തീറ്റ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ മോഡൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പഠിപ്പിച്ചല്ലോ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആര് വരും? എക്സ് എ താഴെ വരുമ്പോൾ എക്സ് ബൈ എ, അവിടെ തീറ്റ ആരാണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ, ടാൻ അപ്പുറത്തും. ഓക്കെ, നമുക്കിവിടെ എക്സിന് വരും ടാൻ എ ടാൻ തീറ്റ സൂക്ഷിച്ചു കൊടുക്കണേ. ദറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 3a സ്ക്വയർ എക്സിന് വരും എ ടാൻ തീറ്റ, എ ടാൻ തീറ്റ മൈനസ് എക്സ് ക്യൂബിന് വരും എ ടാൻ തീറ്റ കൊടുക്കുമ്പോൾ ആരാണ്? എക്സ് ക്യൂബിന് വരും. അപ്പോൾ എന്തായിട്ട് മാറി? എ ക്യൂബ് ടാൻ ക്യൂബ് തീറ്റ. ക്ലിയർ? ഡിവൈഡഡ് ബൈ എ ക്യൂബ് മൈനസ് 3a എക്സ് സ്ക്വയർ, എക്സിന് എ ടാൻ തീറ്റ കൊടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരാണ്? എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ, സ്ക്വയർ എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ. ക്ലിയർ? സംശയമല്ലോ. ഇനി ഒന്നും കൂടെ എഴുതാം. ടാൻ ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ ഇൻറ്റു എ എന്താണ്? എ ക്യൂബ്, ദാറ്റ് ഇസ് 3a ക്യൂബ് ടാൻ തീറ്റ മൈനസ് എ ക്യൂബ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ എ ക്യൂബ് മൈനസ് എ ഇൻറ്റു എ സ്ക്വയർ ആരാ? എ ക്യൂബ്, ദാറ്റ് ഇസ് 3a ക്യൂബ് ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ്, ശ്രദ്ധിച്ചേ, ഈ ന്യൂമറേറ്ററിന് എ ക്യൂബ് എടുത്ത് പുറത്തിട്. അപ്പോൾ എ ക്യൂബ് പുറത്തിട്ട ആരാണ്? 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന് എ ക്യൂബ് പുറത്തിട്. അപ്പോൾ ഡിനോമിനേറ്ററിന് എ ക്യൂബ് നമ്മൾ പുറത്തിട്ട ആര് വരും? 1 മൈനസ് എ ക്യൂബ് പുറത്ത് 3 ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, എ ക്യൂബും ക്യാൻസൽ ആയി പോയി. ബാക്കി അവിടെ ആരുണ്ട്? ടാൻ ഇൻവേഴ്സ് ഓഫ് 3 ടാൻ തീറ്റ മൈനസ് 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒരു 3 ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഒരു 3 ഉണ്ട്. 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ is equal to tan inverse of ആഡ് എക്സ്പാൻഷൻ അടാ. tan 3 തീറ്റയുടെ ഫോർമുലയാ ട്രിഗണോമെട്രിക് എക്സ്പാൻഷൻ ഓഫ് tan 3 തീറ്റ. ദാറ്റ് ഈസ് ഇതാരുടെ ഫോർമുലയാണ് tan 3 തീറ്റ. അത് പഠിച്ചിരിക്കണം കേട്ടോ, തുടക്കത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, tan ഇൻവേഴ്സ് ഓഫ് tan 3 തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? 3 തീറ്റ. വാട്ട് ഈസ് തീറ്റ ഹിയർ? തീറ്റ ഈക്വൽ tan ഇൻവേഴ്സ് ഓഫ് x by a, ദാറ്റ് ഈസ് 3 into tan inverse of x by a. This is the required answer. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ ഈ ഒരു സെക്ഷൻ അങ്ങ് കഴിഞ്ഞു. അങ്ങനെ സിംപ്ലസ്റ്റ് ഫോം എഴുതേണ്ട ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ഫോർമുലകളുടെ കുറച്ച് പ്രശ്നങ്ങളുള്ളൂ. നിങ്ങൾ 2 പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ എഴുതി പഠിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ സെറ്റാവും. ക്ലിയർ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഓക്കെ, നമുക്കിനി ഒരു വീഡിയോ കൂടെ ആകുമ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം. ശരി എന്നാൽ.